ഹലോ ഗൈസ്, അപ്പം കോഡ് വിത്ത് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പം ചാനലിലേക്ക് ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പം അരിത്മാറ്റിക് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ പോലുള്ള ഓപ്പറേഷൻസ്. അതിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലസ്, മൈനസ്, ദെൻ സ്റ്റാർ, സ്ലാഷ്, എക്സെട്ര അങ്ങനെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഓരോന്നോരോന്നായി പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോകണേ ദ ഫസ്റ്റ് വൺ അഡീഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്. അഡീഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഞാൻ പറഞ്ഞു പ്ലസ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് 5+6. ഓക്കെ, 5+6ൻ്റെ ഔട്ട്പുട്ട് നമ്മളിവിടെ എടുത്താൽ നിങ്ങൾക്ക് കാണാം 11. ഓക്കെ, അതാണ് സിമ്പിളാണ് അഡീഷൻ എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ, അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള ആ ഒരു ഓപ്പറേറ്റർ. ഓക്കെ, 5+6 11. നമ്മൾ സെക്കൻഡ് സബ്ട്രാക്ഷൻ നോക്കുകയാണ്. സബ്ട്രാക്ഷൻ അഗെയിൻ സെയിം 6 - 5 ഞാൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആൻസർ ഇവിടെ 1 കിട്ടി. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്തത് നോക്കിയാൽ നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ. സപ്പോസ് ഞാൻ 6 × 5 ആണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓപ്പറേറ്റർ സ്റ്റാർ ആണ്. ഓക്കെ, അപ്പോൾ 6 × 5 ചെയ്താൽ 30. അപ്പം അതും കഴിഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ നമുക്ക് വരുന്നത് ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ ഞാൻ സപ്പോസ് ഒരു 6/3. ഓക്കെ, 6/3 ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് കിട്ടുന്ന ആൻസർ ഇവിടെ 2.0. ഓക്കെ, ഇപ്പം ഇവിടെ മാത്രം ഒരു ചെറിയ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്കെപ്പോഴും റെഗുലർ ഡിവിഷൻ്റെ, അതായത് ഈ നോർമൽ ഡിവിഷൻ്റെ റിസൾട്ട് എപ്പോഴും ഫ്ലോട്ടായിരിക്കും, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്. ഇപ്പം ഇവിടെ 6/3 ജസ്റ്റ് 2 ആണ്, ബട്ട് നമുക്ക് ഫ്ലോട്ടിൽ 2.0 എന്നായിട്ടാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അതാണ് നോർമലായിട്ട് ബേസിക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന 4 ആളുകൾ. പിന്നെ നമുക്ക് വരുന്ന 5ാമത്തെ ആളാണ് മോഡുലസ്. ഓക്കെ, മോഡുലസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളെ റിമൈൻഡർ. ഓക്കെ, റിമൈൻഡർ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ സപ്പോസ് 5/2 എന്ന് ചെയ്തു, 5 mod 2 എന്ന് ചെയ്തു. 5 mod 2 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 5/2 ചെയ്യും. 5/2 എന്താണ്, നമ്മൾ നോർമൽ ചെയ്യുകയാണെങ്കിൽ 2.5 എന്ന് ആൻസർ കിട്ടും. ബട്ട് നമ്മൾ ആ ഒരു ഡിവിഷൻ്റെ രീതി ചെയ്യുകയാണെങ്കിൽ 2 × 2 ആണ് 4. അവിടെ നിൽക്കും. ബാക്കി നമുക്ക് റിമൈൻഡർ എന്തുണ്ടാവും, ഒരു 1 ഉണ്ടാവും. അപ്പോൾ ആ 1 ആയിരിക്കും ഇവിടെ ആൻസർ. ഓക്കെ, 1 ആയിരിക്കും ആൻസർ, അതായത് റിമൈൻഡർ. ഇത് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡറാണ് നമുക്ക് ആൻസർ. ഓക്കെ, അപ്പം അതാണ് ഈ മോഡുലസ് ഓപ്പറേറ്റർ. പിന്നെ നമുക്ക് വരുന്നത് ഇതിന് മോഡുലോ ഓപ്പറേറ്റർ എന്നാണ് പറയാം. ഓക്കെ, ബൈ ദ വേ മോഡുലോ ഓപ്പറേറ്റർ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് എക്സ്പൊണൻഷിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ പവർ. ഓക്കെ, അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ നമ്മൾ ഡബിൾ സ്റ്റാർ ആണ്. ഓക്കെ, ഡബിൾ സ്റ്റാർ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രിൻറ്റ് 2 * 2 എന്ന് പറഞ്ഞാൽ 2⁻². അപ്പോൾ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, 4 എന്നുള്ള ആൻസർ കിട്ടും. ഇനിയിപ്പം നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 3 * 3 എന്നെടുത്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 27 കിട്ടും. ഓക്കെ, ഫൈൻ. അതാണ് എക്സ്പൊണൻഷിയേഷൻ. പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് ഫ്ലോർ ഡിവിഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിവിഷൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ 6/3 പ്രിൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടി, 2.0 എന്ന് കിട്ടി. ഒരു ഫ്ലോട്ടാണ് കിട്ടിയത്. അതുപോലെ ഞാനിപ്പം വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. പ്രിൻറ്റ് 11/3. ഓക്കെ, 11/3 ഞാൻ എടുത്താൽ എനിക്ക് നോർമലായിട്ട് എന്താ കിട്ടുക, 3.666. നോർമൽ ഡിവിഷൻ, റെഗുലർ ഡിവിഷനാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഇതിൻ്റെ തന്നെ എനിക്കിപ്പോൾ എന്ത് മാത്രം കിട്ടിയാൽ മതി, എനിക്ക് ഇതിൻ്റെ ഫ്ലോർ വാല്യൂ കിട്ടിയാൽ മതി. അതായത് 3 മാത്രം കിട്ടിയാൽ മതി. ഒരു ഇൻഡിജറായിട്ട് എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലോർ ഡിവിഷൻ എന്നുള്ള ഈ ഓപ്പറേറ്റർ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻറ്റ് 11, അതിൻ്റെ ഓപ്പറേറ്റർ ഡബിൾ സ്ലാഷ് ആണ്. 3 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3 എന്ന് മാത്രം കിട്ടും. ഓക്കെ, അതാണ് ഫ്ലോർ ഡിവിഷൻ്റെ കോൺസെപ്റ്റ്. അപ്പം ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് പൈത്തണിലുള്ള അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടാം. ദെൻ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഇപ്പം ഈ മോഡുലസിൻ്റെ കേസ് ആണെങ്കിലും എക്സ്പൊണൻഷിയേഷൻ്റെ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. വേറെ നമ്പേഴ്സൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങളിങ്ങനെ കോഡ് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ, പഠിയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.